ഹലോ, ഞാൻ ഇന്ന് എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. പരിപ്പ് പായസം നമ്മൾ സദ്യക്കൊക്കെ വിളമ്പില്ലേ, ആ ഒരു പരിപ്പ് പായസം. ഇനിയിപ്പോൾ ഓണമല്ലേ വരുന്നത്, അപ്പം നമുക്ക് ഈ ഒരു ഈസി റെസിപ്പി നോക്കാം കേട്ടോ. സിമ്പിളാട്ടോ, തേങ്ങയൊന്നും ചിരകി തേങ്ങ പിഴിഞ്ഞ് ഒന്നും സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ ഞാനിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. നമ്മൾ ഉരുളിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുക്കറിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരു രണ്ടോ മൂന്നോ പേരുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് ഞാൻ ചെറുപയർ പരിപ്പായിട്ട് എടുക്കുന്നത്. പായസത്തിന് എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, ചെറുപയർ, ആ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 125 ml ആണ് കേട്ടോ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയണത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പരിപ്പിലേക്ക് നല്ലോണം പരിപ്പിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. ഈ പരിപ്പ്, അതായത് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇത് ഫ്രൈ ആകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നല്ലൊരു പരിപ്പ് വേകുന്ന ഒരു സ്മെല്ല് വരും. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം പോകാനായിട്ട് ഇതുപോലൊരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. പ്രഷർ കുക്കറിലോട്ട് ഇത് ഇട്ടിട്ട്, ഇപ്പോൾ 1 കപ്പല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്, ആ 1 കപ്പിന് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. 4 കപ്പ് വേണമെന്നില്ല, 3 കപ്പ് എടുത്താലും മതി. അല്ലെങ്കിൽ നമ്മളിത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ വറ്റിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു 4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് പാകത്തിന് കിട്ടി. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാതെ ഈ ഒരു പാകത്തിന് കിട്ടി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 3 ഗ്ലാസ് വെള്ളം മതിയെന്ന്. 4 ഗ്ലാസ് വെള്ളം എടുത്തപ്പോൾ കണ്ടോ, വെന്തെങ്കിലും എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനായപ്പോഴത്തേക്കും ഇതിലേക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. 1 കപ്പ് പരിപ്പിന് 2 കപ്പ് ശർക്കര നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര 2 വലിയ ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ്, പൊടിച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് 2 കപ്പ് ചേർത്തിട്ട് നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ 2 കപ്പ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആയിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വറ്റിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിലൊന്നും വെച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചേക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെ തിളക്കണ അനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ തേങ്ങ ചിരകുന്നില്ല എന്ന് പറഞ്ഞില്ലേ, തേങ്ങ ചിരകുന്നതിന് പകരം തേങ്ങ പാല് മിക്സ് ചെയ്തെടുക്കുന്ന ആ തേങ്ങ പൗഡർ ആട്ടോ എടുത്തിരിക്കുന്നത്, കോക്കനട്ട് പൗഡർ. അതെടുത്തിട്ട് അത് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 1 പാക്കറ്റും പിന്നെ 1 പാക്കറ്റിൻ്റെ പകുതി, അതായത് രണ്ടാമത്തെ പാക്കറ്റിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രം തലപ്പാൽ ഒഴിക്കാൻ വേണ്ടി, കട്ടിപ്പാലിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ പൊടിയും ഇതുപോലെ നമ്മൾ അതിലേക്ക് 2-ാം പാല് 3-ാം പാല് എന്നുള്ള കണക്കിനാണ് ഇതെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എടുത്ത കപ്പിനാണെങ്കിൽ ഒരു 2.25 കപ്പ് വെള്ളം, അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ 1-ാം പാലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ 2 ടേബിൾ സ്പൂണിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് ഇതുപോലെ തന്നെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് അതും അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ പരിപ്പ് ഇവിടെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 2-ാം പാലിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടില്ലേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. അതുപോലെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആ ഉപ്പ് ചേർത്തത് എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ 1-ാം പാല് മാറ്റി വെച്ചില്ലേ, തലപ്പാൽ മാറ്റി വെച്ചില്ലേ, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്കും അതുപോലെ 1/4 ടീസ്പൂൺ താഴെ ജീരകം, ഒരു 3-4 ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി അതിനകത്തോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് അതവിടെ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. ഇത് കണ്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇത് പോരാട്ടോ, കുറച്ചുകൂടെ നമുക്കിത് വറ്റി കിട്ടണം. അതുപോലെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടിയിട്ടില്ല. പിന്നെ അത്യാവശ്യം വറ്റി വന്ന സമയത്ത് ഞാനുണ്ടല്ലോ കാഷ്യൂസും കിസ്മിസും നമ്മൾ വറുത്ത് വെക്കണം. ആ വറുത്ത് വെച്ചിട്ടുള്ള നെയ്യും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചൂടാക്കാത്ത നെയ്യും കൂടി. ഇനി അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ടൈമിലൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഈ മിക്സിങ്ങിലാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഞാൻ തലപ്പാൽ 1-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഒന്നാം പോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിൽ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെക്കണ്ട. എന്നിട്ട് ഈ പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഇതിപ്പോൾ നോക്കുമ്പോൾ ചെറുതായിട്ട് ലൂസായിട്ടിരിക്കും, പക്ഷേ ഇത് നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ കാഷ്യൂസും കിസ്മിസും എന്തോരം വേണമെന്ന് വെച്ചാൽ അതും കൂടി വറുത്തിട്ട് അതിട്ട് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. നമ്മുടെ പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. തേങ്ങ നമ്മൾ ചിരകി പിഴിഞ്ഞെടുത്തിട്ടില്ലെങ്കിലും ഈ പാക്കറ്റിലെ തേങ്ങാപ്പൊടി മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഇതിങ്ങനെ ട്രൈ ചെയ്യുന്ന ഈ പാക്കറ്റ് പൊടി വെച്ച്. പക്ഷെ ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റ് ആട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് അടപ്രഥമനും ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്